വചനധ്യാനം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ജോഷുവയുടെ പുസ്തകം നമുക്ക് എടുക്കാം. 1-ാം അധ്യായം. അതിന്റെ 6 മുതൽ ഞാൻ വായിക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. അതായത് ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. അതായത് വചനം പ്രമാണിക്കണമെങ്കിൽ ഭീരുക്കൾക്ക് പറ്റത്തില്ല. ഉറച്ച മനസ്സുള്ളവർക്കേ വചനം പ്രമാണിക്കാൻ പറ്റുള്ളൂ. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പം ജീവിതയാത്രയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ വചനധ്യാനം നമ്മെ സഹായിക്കും. ഉറപ്പും ധൈര്യവുമുള്ളൊരു ജീവിതം കെട്ടുപണി ചെയ്യാൻ വചനധ്യാനം നമ്മെ സഹായിക്കും. തീർന്നില്ല. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ നമ്മളിങ്ങനെ ജീവിതയാത്രയിൽ പല മേഖലകളിൽ പോകും. പക്ഷെ ശുഭത നമ്മെ പിന്തുടരും നാം വചനം ധ്യാനിക്കുമെങ്കിൽ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് മാത്രമല്ല, വായിലുണ്ടായിരിക്കുന്ന പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് സംസാരിക്കാനും നിനക്ക് കഴിയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വചനം മനസ്സിലും അധരത്തിലും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അടുത്ത ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാംഗ്വേജ് മാറും, നമ്മുടെ ബിഹേവിയർ മാറും, നമ്മുടെ സ്വഭാവം, ബന്ധങ്ങൾ എല്ലാം മാറും. കാരണം ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും പിന്നെ നമ്മൾ വർത്തമാനം പറയുന്നത്. ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും നമ്മൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ രാവും പകലും ധ്യാനിക്കുന്ന സ്വഭാവം വളർന്നു വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. കാരണം ദൈവവചനമല്ലേ, മഹാദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമുക്കുണ്ടാകത്തില്ലേ? ഉറപ്പായിട്ടും. ഈ റോസാപുഷ്പങ്ങളെ സൃഷ്ടിച്ച ദൈവം, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ച ദൈവം, പുഴകളെയും കടലുകളെയും പച്ചസസ്യങ്ങളെയും പുല്ലുകളെയും മനോഹാരിതമായി ഇതിനെയെല്ലാം നിർമ്മിച്ച ദൈവം എപ്പോഴും ക്രിയേറ്റീവ് അല്ലേ, പോസിറ്റീവ് അല്ലേ? ആ ദൈവത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ ക്രിയേറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. എന്തെല്ലാം ഗുണങ്ങൾ കണ്ടു? നമുക്കൊരു അച്ചടക്കമുണ്ടാകും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, നമ്മുടെ ഭാഷ മാറും, നമ്മുടെ തിങ്കിങ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും, നമ്മുടെ കൂട്ടുകാർ മാറും, നമുക്കൊരു അച്ചടക്കം ഉണ്ടാകും, നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാകും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. വചനം അകത്തുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടാവും. വചനം ധ്യാനിക്കുന്നവന്റെ കൂടെ ദൈവം ഉണ്ടാവും.
അങ്ങനെ നീ ശുഭമുള്ളവനായിരിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നീ വിജയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.